ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിൽ എങ്ങനെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ ഞാനൊരു ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ്. ഇനി ഇതാ വിപ്പിംഗ് ക്രീമിൽ ലീഫ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സ്റ്റെംസൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഈ ഒരു ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവർ ചെയ്യാൻ ഈസി ആണല്ലോ ഇങ്ങനെ തണ്ടുകൾ വരച്ചു കൊടുക്കുമ്പോൾ. അത് കാരണമാണ് ഇങ്ങനെ ആദ്യം നമ്മൾ ഈ ഒരു ഇതിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ കൈ എന്തോ ഇതായിട്ട് ചെറുതായിട്ട് വളഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ പോണത്. അപ്പോൾ ഫ്ലവർ ചെയ്യണത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം മറ്റുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വരയ്ക്കണ പോലെയാണ് നമ്മൾ പെറ്റൽസ് എപ്പോഴും വരയ്ക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണില്ലല്ലോ, ഹാഫ് പോർഷനാണ് ഫ്ലവറിൻ്റെ. അപ്പോൾ ഹാഫ് പോർഷനിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എന്താ പറയുക, നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഫ്ലവർ പോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഡബിൾ ഷെയ്ഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വൈറ്റ് കളറായിരുന്നു. എന്നിട്ട് പൈപ്പിംഗ് ബാഗിൽ ഒരു പിങ്ക് കളർ, ഒരു ബർഗണ്ടി കളറാണ് ലൈറ്റായിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇനി ഇതാ ഫ്ലവർ ഇങ്ങനെ വരയ്ക്കണത് കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വരച്ചിട്ട് എക്സ്പീരിയൻസ് ആയാലാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഈ ഒരു നോസിലും പൈപ്പിംഗ് ബാഗും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ക്രീമും നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും ഒരു ഭംഗിയിൽ ഫ്ലവർ നിൽക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ പിങ്ക് കളറിലെ റോസ് ഫ്ലവേഴ്സ്. അപ്പോൾ അതാണെങ്കിൽ എപ്പോഴും ഒന്നായിട്ടല്ല ഉണ്ടാവുക, ഒരുപാട് ഇങ്ങനെ നിറയെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തീം മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കേക്കുമ്മേ ഇങ്ങനെ ഒരു കളറിൽ ഫ്ലവർ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെയാണ് ഡാർക്ക് പിങ്ക് വന്നിട്ടുള്ളത്, പിന്നെ ലൈറ്റ് ഷെയ്ഡാണ് ചെയ്യണത്. അപ്പോൾ വരച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ സൈഡിലേക്ക് തിരിച്ച് നോക്കുമ്പോൾ ചില ഭാഗത്ത് എനിക്ക് പെറ്റൽസ് കുറവ് തോന്നുമ്പോൾ വീണ്ടും അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് വീണ്ടും വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായി കഴിഞ്ഞാലാണ് ശരിക്കും നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ മെൽറ്റായിട്ടുള്ളൊരു ക്രീമാണെങ്കിൽ ഇത്രയും ഭംഗിയിൽ നിൽക്കില്ല. ഇനി ആ ഒരു റോസിൻ്റെ ഒരു മുട്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് വളച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു മുട്ട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സെഡൊക്കെ എഴുതണ പോലെയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ ഓർമ്മ വന്നപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഫ്ലവർ ഫുള്ളും ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു സർപ്രൈസ് കേക്കായിരുന്നു ഇത്. അപ്പോൾ ഫ്രണ്ട് സൗദിയിലാണ്. അപ്പോൾ അവൾ എന്നോട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ അവർക്ക് കേക്ക് എത്തിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്തായാലും അവർ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല, പൂക്കൾ നിറഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിറയെ ഒരു ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്ത പോലെയാണ്, ഫുൾ കംപ്ലീറ്റ് ഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് പെറ്റൽസ് പോരാന്ന് തോന്നുന്നിടത്തൊക്കെ വീണ്ടും ഞാനിങ്ങനെ ചെയ്തിട്ട് ആ ഒരു കേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പൈപ്പിംഗ് ബാഗ് ഒന്ന് നമുക്ക് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാമല്ലോ. നമ്മൾ ലീഫിൻ്റെ നോസിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഫ്ലവറിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ലീഫുകൾ, ആ ഒരു ഫ്ലവറിൻ്റെ നേരെ താഴെ ഉണ്ടാവണത്, അപ്പോൾ അത് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഏത് ഫ്ലവർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ അടിയിലുള്ള ആ ഒരു ലീഫ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ശരിക്കും ഫ്ലവറാണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടുള്ളൂ. കണ്ടില്ല, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുമ്പോഴും ഒരു ഭംഗി തോന്നിയിരുന്നില്ല. അതിൻ്റെ അടിയിൽ ആ ഒരു ഗ്രീന് ലീഫുകൾ വന്നപ്പോഴാണ് ആ ഒരു ഫ്ലവറിന് ഭംഗി കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഫ്ലവറിൻ്റെ അടിയിലും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്.
ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അല്ലാണ്ട് ഞാൻ പോയി പഠിച്ചതാ അങ്ങനെയൊന്നുമല്ല. ഈ ചാനലിൽ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഓരോ കേക്കിന് ഓർഡേഴ്സ് വരുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇത് മുൻകൂട്ടി പഠിച്ചിട്ടുള്ളൊരു ഡിസൈനൊന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാ റോസിൻ്റെ മുട്ടുകളുടെയും പിന്നെ ഫ്ലവറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ആ ഒരു ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ഭംഗി കുറവ് തോന്നിയപ്പോൾ ഞാൻ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഫ്ലവർ വരച്ചു കൊടുത്തു. പക്ഷെ അത് വീഡിയോ ഓണായില്ല. സമയത്ത് ഓണായെന്ന് വിചാരിച്ചിട്ടാണ് വരച്ചു കൊടുത്തത്. പക്ഷെ ആ നേരത്തെ വീഡിയോ ഓണായില്ല. അത് കാരണം അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു പർപ്പിൾ കളറിൽ കാണുന്നത് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇനി ഇതാ കുറച്ച് ഇങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ കേക്ക് നമ്മൾ വിത്തുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീനിൻ്റെ ഡോട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വിത്തായിട്ടൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ കണിക്കൊന്നയുടെ ആ ഒരു മുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യണത്. അങ്ങനെ അത് കംപ്ലീറ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ യെല്ലോ ആണ് അതിൻ്റെ സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഇങ്ങനെ വള്ളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ യെല്ലോ ആ ഒരു ഗ്രീനിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഈ ഒരു കണിക്കൊന്നയുടെ മുട്ടൊക്കെ പോലെ നമുക്കൊരു ഫീലിംഗ് വരും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ആ ഒരു നമ്മൾ ഗ്രീൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോട്ടിൻ്റെ മുകളിലൊക്കെ യെല്ലോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഗോൾഡൻ യെല്ലോ ആണ് ഈ ഒരു ഇത് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വള്ളികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് 1 kg കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു യെല്ലോ കളറിൻ്റെ സംഭവം ഡിസൈനിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു പർപ്പിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലൊക്കെ ഞാൻ ഒരു യെല്ലോ കളർ കൊടുത്തപ്പോൾ യെല്ലോയും പർപ്പിളും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ സെൻറ്ററിൽ അങ്ങനെ പർപ്പിളിൻ്റെ സെൻറ്ററിൽ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളടത്ത് പറ്റാവുന്നിടത്തോളം ഒക്കെ ഡോട്ട്സുകൾ യെല്ലോയുടെ ഡോട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ കേക്കിൽ ഫുള്ളും ഫ്ലവറും കാര്യങ്ങളും വരച്ചിട്ട് ഓവറാക്കി ചളമാക്കി എന്നുള്ള ആ ഒരു അവസ്ഥ പോലെ കംപ്ലീറ്റ് പറ്റാവുന്നിടത്തോളം സംഭവങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ആ ഒരു റോസിൻ്റെ ഫ്ലവേഴ്സിലൊക്കെ ഞാനിങ്ങനെ സിൽവർ ഡസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നമ്മളെ പ്ലെയിൻ ജെല്ലുണ്ടല്ലോ, ജെല്ല് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആ ഫ്ലവറിൻ്റെ മുകളിലൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ തുള്ളികൾ നിൽക്കണ പോലെയുള്ളൊരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. രാത്രിയാണ് ചെയ്തത്. കൂടാതെ പിന്നെ ലൈറ്റിങ്ങും കുറവായിരുന്നു. അപ്പോൾ അത് കാരണം ശരിക്കും കാണില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഫ്ലവറുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ നിൽക്കണ പോലെ തോന്നും. ഈ ഒരു ജെല്ല് വെച്ചിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ലീഫിൻ്റെ മുകളിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഹോം ബേക്കേഴ്സൊക്കെ ഒന്ന് ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.